സംസ്ഥാന മന്ത്രിസഭയിലെ കെ രാധാകൃഷ്ണൻ മത്സരിക്കുന്ന മണ്ഡലമാണ് ആലത്തൂർ. രമ്യ ഹരിദാസിന് കടുപ്പമാകുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ദീപക് മലയമയാണ് ആലത്തൂരിൽ നിന്ന് വിവരങ്ങളുമായുള്ളത്. നമുക്ക് ദീപക് മലയമ, ആലത്തൂരിൽ മന്ത്രിയെ ഇറക്കിയിരിക്കുന്നത് വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കാതെയാണ്. അതുകൊണ്ട് തന്നെ ഇക്കുറി പാട്ടുപാടി ജയിച്ചുപോയ പെങ്ങളൂട്ടിയിൽ നിന്ന് തിരിച്ചു പിടിക്കുമോ മന്ത്രി? സുജയ, ആ കണക്കിന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയാത്തൊരു സാഹചര്യം ആലത്തൂരിലുണ്ട് എന്നുള്ളതാണ്. അതായത് ആദ്യഘട്ടത്തിൽ കെ രാധാകൃഷ്ണനെ CPM അവതരിപ്പിക്കുമ്പോൾ അത് സംസ്ഥാനത്ത് CPM അവതരിപ്പിക്കുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ തന്നെ വലിയ തരത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കിയതാണ്. പക്ഷേ മത്സരിക്കാൻ അത്ര കണ്ട് ഒരു താല്പര്യമില്ലാത്ത പ്രകൃതം കെ രാധാകൃഷ്ണൻ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ എണ്ണയിട്ട യന്ത്രം കണക്കിന് അവിടുത്തെ സംഘടനാ സംവിധാനങ്ങൾ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് LDFനെ സംബന്ധിച്ച് ഇത്തവണ വലിയ തരത്തിൽ ഭയം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ഒരു കളം നിറയുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ഒരു രണ്ടാം ലാപ്പിലേക്ക് എത്തുന്നതോടുകൂടി രമ്യ കൂടുതൽ കളം നിറഞ്ഞ് കളിക്കുന്നത് കണ്ടു. അവിടെ UDFനെ സംബന്ധിച്ച് സംഘടനാ തലത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും പിന്നീട് അതൊക്കെ മാറ്റി അതിന് മുകളിലേക്ക് ഒരു നേട്ടമുണ്ടാക്കാൻ രമ്യയെ സംബന്ധിച്ച് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് എന്ന അർത്ഥത്തിലേക്ക് കാര്യങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ് ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണ 1,58,000 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് രമ്യ ഹരിദാസ് നേടിയത്. അന്ന് പക്ഷേ പല ഘടകങ്ങൾ അതിന് അനുകൂലമായി ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി പറയേണ്ടി വരും. പക്ഷേ പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ 7 മണ്ഡലങ്ങളിലും 2 ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷം ആ അർത്ഥത്തിൽ LDFനുണ്ട്. അത് തന്നെയാണ് LDFന്റെ കണ്ണ് എന്ന് പറയുന്നത്. ആ കണക്കുകൂട്ടലും ആ തരത്തിലാണ്. അത് അനുകൂലമാകും. അതുകൊണ്ട് തന്നെ വിജയം അനായാസകരമാകും എന്നുള്ള നിലപാട് LDF ക്യാമ്പുകളിൽ നിന്നുണ്ട്. ഇന്ന് കെ രാധാകൃഷ്ണനുമായി ഞാൻ സംസാരിച്ച ഘട്ടത്തിലും എന്താണ് വിജയപ്രതീക്ഷ സംബന്ധിച്ച് കൃത്യമായ ഒരു കണക്ക് പറയാൻ കഴിയുമോ എന്നുള്ളത് ചോദിക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു ഭൂരിപക്ഷമോ അല്ലെങ്കിൽ വിജയം എന്നത് പൂർണ്ണമായോ ആ അർത്ഥത്തിൽ നിലവിൽ പറയാൻ തയ്യാറല്ല എന്നുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ രമ്യ ഹരിദാസിന് സ്ത്രീകളുടെയും ഒപ്പം തന്നെ യുവ വോട്ടർമാർക്കിടയിലും ഒരു ജനകീയത കൊണ്ട് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട്. കെ രാധാകൃഷ്ണനെ സംബന്ധിച്ചും വ്യക്തിപ്രഭാവം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. പ്രചാരണത്തിലൂടെയാണ് ഈ പാട്ടുപാടിയുള്ള പ്രചാരണം. അത് MP എന്ന നിലയിൽ വലിയ പെർഫോമൻസ് എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഇപ്പോൾ പ്രചാരണത്തിലെ പെർഫോമൻസിൽ അല്പം മുന്നിലാണ്. രാധാകൃഷ്ണൻ ഒരു പതിഞ്ഞ രീതിയും അദ്ദേഹം പക്വതയുള്ള ഒരു മന്ത്രിയാണല്ലോ. കർഷകരുടെ ആലത്തൂരിലെ കർഷകരുടെ കർഷകരുടെ പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നെന്മാറ, ആലത്തൂർ തുടങ്ങിയ ആലത്തൂരിന്റെ ഒരു മനസ്സാണ് രാധാകൃഷ്ണൻ. അപ്പം കെ രാധാകൃഷ്ണൻ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ മത്സരത്തിന്റെ ഒരു സ്വഭാവം മാറി. കെ രാധാകൃഷ്ണനെ കുറിച്ച് വലിയ മതിപ്പുള്ള വോട്ടർമാരാണ് ഈ പാർട്ടി ഭേദമന്യേ പോലും ആലത്തൂരുള്ളത്. അതുകൊണ്ടാണ് ഈ പാർട്ടി ഭേദമന്യേ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന പ്രതിച്ഛായുള്ള നേതാവാണ് കെ രാധാകൃഷ്ണൻ എന്നുള്ള നിലയ്ക്ക് ഇടതുപക്ഷം പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് ആലത്തൂര്. ആലത്തൂരിൽ കാര്യങ്ങൾ മാറ്റങ്ങൾ സംഭവിക്കാമെന്ന് ഞാനും വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഞാൻ പ്രതീക്ഷ വയ്ക്കുന്ന വെച്ചാൽ ഇടതുപക്ഷം മുന്നേറ്റം നടത്താൻ അട്ടിമറി വിജയം നേടാൻ സാധ്യതയുള്ള 3 മണ്ഡലങ്ങളായി ഞാൻ കരുതുന്നത് ആറ്റിങ്ങലും ആലത്തൂരും കണ്ണൂരുമാണ്. ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്ഭുതമൊന്നല്ല, അത് ശരിക്കും ആലത്തൂർ ബേസിക്കലി ഒരു ഇടതുപക്ഷ മണ്ഡലമാണ്. ഇടതുപക്ഷ മനസ്സാണ്. 3 ഇടതുപക്ഷ മനസ്സാണ്. പിന്നെ നില മെച്ചപ്പെടുത്തും ഇടതുപക്ഷം, ഒരു സംശയവും വേണ്ട. അതിന് നില മെച്ചപ്പെടുത്തിയില്ലെങ്കിലുണ്ടല്ലോ അത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ കിട്ടാതെ പോലെ ചെയ്യുന്നത് തൂത്തുവാരിയാ പോവുക. അപ്പോൾ അതാണ് അതിന്റെ സാഹചര്യം കേരളത്തിൽ. പക്ഷേ ഇടതുപക്ഷം നില മെച്ചപ്പെടുത്തും എന്ന് തന്നെ.